ചെവിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് തേർഡ് സ്റ്റിച്ച് അടിച്ചത്. 4-5 ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. പെരികോൺട്രൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന ഈ വീഡിയോയിൽ പറയുന്ന പോലെ പെരിക്കോൺട്രൈറ്റിസ് എന്ന് പറയുന്നത് ശരിയാണ്, വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ പിയേഴ്സിങ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ വരും എന്നുള്ളൊരു പേടിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക. നമ്മൾ ആ ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ഒരു രീതി കാണുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ച് നമ്മളതിന് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇൻഫെക്ഷൻസിലേക്ക് പോവാതിരിക്കും. പിന്നെ ചെയ്യുന്നത് വളരെ സ്റ്റെറൈലായിട്ട് ഒരു പ്രൊഫഷണലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണ് നിങ്ങൾ സ്റ്റഡ് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. എനിക്കുണ്ടായ പോലെയുള്ള ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുത്. എക്സ്ട്രീംലി പെയിൻഫുൾ ആണ്. ഈ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മൾ ചെവിയുടെ ഈ ഭാഗത്ത് നമ്മൾ പിയേഴ്സിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ കുട്ടി പറയുന്ന പോലെ പെരിക്കോൺട്രൈറ്റിസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും വരണം എന്നൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഇയർ പിയേഴ്സിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ മേലെയുള്ള നമ്മൾ കാർട്ടിലേജ് എന്ന് പറഞ്ഞ സോഫ്റ്റ് ബോണിൽ കൂടെ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊഫഷണലിനെ കൊണ്ട് വളരെ സ്റ്റെറൈൽ ആയ രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പ്രോപ്പർ ആയിട്ടുള്ള ആഫ്റ്റർ കെയർ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെതായ ചെറിയ എന്തെങ്കിലും സൈൻസ് കാണുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുക. അവിടെ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ വരിക, അല്ലെങ്കിൽ അവിടെ മാത്രം ചെറിയൊരു ബമ്പ് പോലെ ചെറുതായിട്ട് തിണർത്ത് വരുന്ന പോലെ കാണുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ വേഗം തന്നെ ഡോക്ടറെ കാണിച്ച് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെരിക്കോൺട്രൈറ്റിസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.